ഒരു ജാതി ജാതകം ഡയറക്ടഡ് ബൈ എം മോഹനൻ. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിരിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് സിനിമയിൽ എന്തെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് വാർത്തയിലൊന്നുമില്ല. ഇതിൽ ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ വിനീത് ശ്രീനിവാസന് പെണ്ണ് കെട്ടാൻ നടക്കുന്നത്, അത് മാത്രമുള്ള ഈ സിനിമയിൽ മനസ്സിലായി. പക്ഷേ ഈ സിനിമയിലുള്ള കോമഡീസ് എന്ന് പറയുന്നത് ഒരു 75% വെറുതെയാണ്. മനസ്സിലായി. ഒരു 75% ഇതിൽ ചിരിക്കാനൊന്നുമില്ല. അതായത് കോമഡി ആയിട്ട് കാണിക്കുന്ന സംഭവങ്ങൾ ഒരു 75% നമുക്ക് വർക്കായിട്ടില്ല. പക്ഷെ ഇതിൽ കുറെ കോമഡീസ് ഉണ്ട്. ഇതിനെ വലിച്ചമിട്ട് വാരിയിട്ടാണ് കോമഡീസ്. അപ്പൊ ഇതിത്തെ 25% എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഉണ്ട് ചിരിക്കാൻ. അപ്പൊ സിനിമയിൽ ചിരിക്കാൻ അത്യാവശ്യം ഉണ്ട്. പക്ഷെ ഞാൻ പറയാം, തമാശനെ പറ്റിയിട്ട് പറയാം. ഈ തമാശ എന്ന് പറയുന്നത് പക്കാ ഒഫൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അതായത് ബോഡി ഷെയ്മിങ് വെച്ചിട്ടുള്ളത്, അത് അങ്ങനെ പലതും ഉണ്ട് ഇതില്. അതായത് വിനീത് ശ്രീനിവാസന് എന്താ പറയാ ചെയ്തിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞത് ഒരു എക്സ്ട്രീംലി ടോക്സിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് നമ്മള് ഇപ്പൊ ഈ ഒരാളെ, ഒരു തടിയുള്ള ഒരാളെ പോയി കളിയാക്കുക, അല്ലെങ്കിൽ കളർ ഇല്ലാത്ത ഒരാളെ പോയി കളിയാക്കുക, അത് അങ്ങനത്തെ അങ്ങനത്തെ ഒരു സമയം മനസ്സിലായില്ല. ഇത് എങ്ങനെ പറയാന്നുള്ളറിയില്ല. അപ്പൊ അങ്ങനത്തെ എക്സ്ട്രീംലി ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ ഈ സിനിമയിൽ, അതേപോലെ ഗേ ആയിട്ടുള്ള ആൾക്കാരെ ഒരു മറ്റേ അങ്ങനത്തെ സംഭവം ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് അത് പിന്നെ ഇഷ്ടപ്പെടുന്നവരും പെടാത്തവരുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു കോമഡി, അതായത് പണ്ടൊക്കെ അങ്ങനെ തന്നെ ഇരുന്ന് ഈ ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ, അല്ലെങ്കിൽ മറ്റേത് മറിച്ചെന്ന് പറഞ്ഞ ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങനത്തെ കോമഡീസ്, പണ്ടത്തെ കോമഡീസ് ഒക്കെ പോയത്. മനസ്സിലായില്ല. അപ്പൊ അത് ഞാൻ പറയല, ഇത് സിനിമയിൽ എന്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് ഒഫൻഡഡ് ആവേണ്ട കാര്യമില്ല. അപ്പൊ ഒരു കത്ത ആളെ, അല്ലെങ്കിൽ ഒരു വെളുത്ത ആളെ, ഒരു താടിയുള്ള ആളെ, താടി ഇല്ലാത്ത ആളെ, മീശുള്ള ആളെ, മീശില്ലാത്ത ആളൊക്കെ ഒരു സിനിമയിൽ കളിയാക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ഇങ്ങനെ കിടന്ന് തുള്ളേണ്ട കാര്യമില്ല. ചില യൂട്യൂബർമാർ തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വെച്ചിട്ടാണ് ഈ ഓരോ സിനിമകളെ നോക്കി കാണണം. അപ്പൊ അതിന്റെ ആവശ്യമില്ല. സിനിമ വിഷ്വലി നമ്മുടെ മുന്നിൽ കുറച്ച് സാധനങ്ങൾ വരുന്ന ഇരുന്ന് കാണാൻ പോവുക, അത്രേ ഉള്ളൂ. അല്ല അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല സിനിമ എന്ന് പറഞ്ഞിട്ട്. അല്ല അത് അങ്ങനെ എന്തിനാ പറഞ്ഞു, ഇങ്ങനെ എന്തിനാ പറഞ്ഞു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാനേ നേരം സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ പോയതാണ് കോമഡി മൂവീസ് ഒക്കെ. മനസ്സിലായില്ല. അപ്പൊ അങ്ങനത്തെ പണ്ട് ചില അങ്ങനെ ഒഫൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പണ്ടൊക്കെ ഇഷ്ടം, ബോഡി ഷേമിംഗ് ഒക്കെ വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ കണ്ട് ചിരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ ശരിക്കുള്ള ലൈഫിൽ ചെയ്യരുത്. പക്ഷെ സിനിമയിൽ നമുക്ക് കണ്ട് ചിരിക്കണുള്ളൂ. സിനിമയിൽ വരുന്നുള്ളൂ. എനിക്ക് പേഴ്സണലി ഒരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പൊളിറ്റിക്കൽ കറക്റ്റേഴ്സ് വെച്ചിട്ട് സിനിമ നോക്കി കാണലില്ല. നോക്കി കാണുന്നവർക്ക് അങ്ങനെ പലതും തോന്നും, ഞാൻ കാണലില്ല. അപ്പൊ ഈ സിനിമയിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കോമഡീസ് ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ അല്ലാത്ത കോമഡീസ് ഉണ്ട്, പക്ഷെ അങ്ങനെയുള്ള കോമഡീസ് ആണ് ഇതിന് പിന്നെയുള്ളത്. പ്രത്യേകിച്ച് വിനീത് ശ്രീനിവാസൻ ഇതിൽ ഗേ ആണോ അല്ലേ എന്നുള്ളത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, അതിന്റെ ഗേ ആണോ അല്ലെന്ന് തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. ആ സമയമൊക്കെ കേടുവരുത്. അത് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഫാമിലി നൈറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ എത്രത്തോളം ഫാമിലീസിന് ദഹിക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഇതിൽ അത്യാവശ്യം ചിരിച്ചിട്ടുണ്ട് സിനിമയിൽ. പക്ഷെ സിനിമയുടെ കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റ് ഇവർ എഴുതിക്കണമെന്നുള്ള തന്നെ സംശയമാണ്. മനസ്സിലായില്ലേ. അത് പക്ക ഒന്നുമില്ല സിനിമയിൽ. അതായത് ഇങ്ങനത്തെ കുറച്ച് കോമഡീസ് മാറ്റി നിർത്തിയ ഒന്നുമില്ല പടത്തിൽ. മനസ്സിലായില്ലേ. എങ്ങനെയാ ടോക്സിസിറ്റി വെച്ചിട്ടുള്ള കുറെ കോമഡീസ് ഇതിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ സിനിമയോട് തോന്നുന്നു. നമ്മളിപ്പോ കുറച്ചൊരു 2-2.5 മണിക്കൂറിൽ നമ്മൾ ഒരു 5-6 പ്രാവശ്യം ചിരിച്ചിരിക്കുന്ന പറഞ്ഞിട്ട് ആയില്ലല്ലോ. അത് നമുക്ക് ഒരു പേഴ്സണൽ എന്താ പറയാ, ആയിട്ട് ഇമോഷൻസ് വരുമ്പോൾ ഒരു ഇമോഷണൽ ഫീൽ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കണക്ഷൻ കോമഡീസിന്റെ ഒപ്പം വരണ്ടേ. അത് പണ്ടത്തെ സിനിമകൾ പോലെ, പണ്ടത്തെ കോമഡി മാത്രമല്ല, അതിന് സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ പണ്ട് ദിലീപും കൊച്ചിൻ ഹനീഫൊക്കെ ചെയ്തിരുന്ന സമയത്തൊക്കെ സീരിയസ് സംഭവത്തിലൊക്കെ സിനിമ കിടക്കണൊക്കെ സമയത്ത് നമുക്ക് കിട്ടിയ ഫീൽ എന്തായിരുന്നു. മനസ്സിലായി. ഇതിൽ ഇങ്ങനെ കുറെ ചളിയും കുറെ അത്യാവശ്യം കോമഡീസും ആയിട്ട് ഇങ്ങനെ പോകണം. പിന്നെ അത് പക്കാ പ്രഡിക്റ്റബിൾ ആണ്. ഇതിലൊരു പെണ്ണിന്റെ പിന്നാലങ്ങൾ നടക്കുന്ന സമയത്ത് എന്തായാലും മൂഞ്ചു എന്നുള്ള നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതാണ് ഈ സിനിമന്റെ കുഴപ്പം. നമുക്ക് ഒരു ഇന്റർവെല് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് സെക്കൻഡ് ഹാഫ് എന്താവുന്നില്ല, അതേപോലെ ഉണ്ട് സെക്കൻഡ് ഹാഫ്. അപ്പൊ അങ്ങനത്തെ ഒരു പടമാണ്. മനസ്സിലായില്ല. പക്ഷെ നിങ്ങൾ സിനിമ കാണാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒഫൻസീവ് ആയിട്ടുള്ള കോമഡീസ് കുറച്ചുണ്ട്. അത് കാണാനായിട്ട് നിങ്ങൾക്ക് സിനിമക്ക് കയറാം. പക്ഷെ അല്ലാതെ ഈ സിനിമ ഒരു കിടിലം പടമോ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നത് കണ്ടിരിക്കുക. പിന്നെ കുറെ ബോറടിക്കുന്ന സംഭവങ്ങൾ സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യമുണ്ട്. അത് കുറച്ചുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ പറയാം, സിനിമക്ക് ഒരു ഇതില്ല. സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ കുറെ ഒഫൻസീവ് കോമഡീസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അത് മാത്രം ഒരു സിനിമയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് കാര്യമുള്ളത്. അത് എല്ലാവരും സിനിമയിൽ കുറച്ച് എന്തെങ്കിലും എലമെന്റ്സ് വേണ്ടേ. ഇതിന് പ്രത്യേകിച്ച് സിനിമ സീരിയസ് ആവാൻ നോക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. മനസ്സിലായില്ല. പിന്നെ നിഖില വിമൽ ഉണ്ട്. അയ്യോ, നിഖില വിമലിന്റെ കാര്യം പറഞ്ഞപ്പോ നിഖില വിമൽ ഇതിനെ കുറച്ച് മുന്നേ എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്. ഇതിന് മുന്നേ ഒരു മാളികപ്പുറം, ഉണ്ണിമുഖന്റെ മാളികപ്പുറം സിനിമ ഉണ്ടല്ലോ, ആ സിനിമയിൽ മറ്റേ എനിക്ക് തോന്നുന്ന നിഖില വിമലിനെ പറഞ്ഞിട്ടുണ്ട്. നിഖില വിമലിനോട് ഈ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിഖില വിമൽ പറഞ്ഞിരുന്നു. അതായത് ആ സിനിമയിൽ. അപ്പൊ ആ സിനിമ മറ്റേ എനിക്ക് തോന്നുന്നു 5 പിക്കാണ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ 37 ക്യാരക്ടർക്ക് നിഖില വിമലിനെ നോക്കിയത്. അപ്പൊ നിഖില വിമൽ അതിനൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ക്യാരക്ടർ എടുക്കാഞ്ഞെന്ന് പറഞ്ഞത്. ഈ സിനിമയിൽ 4 സീൻ ഉണ്ട് നിഖില വിമൽ. 3 സീനാണ്. 3 സീന്. ഇത്ര മെയിൻ ആക്ട്രസിൽ നിൽക്കണ ഒരു ആക്ട്രസ് ഒരു സിനിമ വലിയ ക്യാരക്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒഴിവാക്കിയെന്ന് പറഞ്ഞ ഇതേ ആക്ട്രസ് ഇതിൽ 3 സീന ചെയ്തിട്ടുള്ളത്. അത് പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ. എനിക്ക് പെട്ടെന്ന് സിനിമ കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിലെന്ത് വാങ്ങാണ്ടിട്ടാണ് തീര് വന്നതെന്നുള്ളൊരു ഫീലിംഗ്. ഇതിനേക്കാൾ എത്രയോ ചെയ്യാണ്ടായിരുന്നു മറ്റേ മാളികപ്പുറത്തിൽ. ഇതിന്റെ പകുതി ചെയ്യുക, 2% പോലും ബിൽ ചെയ്യാൻ ലക്ഷത്തിർത്ത് എന്തെങ്കിലും ആയിക്കോട്ടെ. എനിക്ക് മനസ്സിലേക്ക് വന്ന സംഭവം പറഞ്ഞുള്ളൂ. പിന്നെ സിനിമയിൽ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാട്ടുകൾ എന്ന് പറഞ്ഞത് ഇതന്നെ ഈ 4-5 പാട്ടോ മറ്റേ സിനിമയിലുണ്ട്. ഈ പാട്ടുകളൊക്കെ പക്ഷെ കറക്റ്റ്ലി പ്ലേസ്ഡ് ആണ്.
മനസ്സിലായില്ല, പാട്ട് വരുമ്പോൾ നമുക്ക് ഇറങ്ങി ഓടാൻ തോന്നുന്ന ഫീലൊന്നും ഇല്ല. അങ്ങനെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞതിനെ പറ്റി ഇങ്ങനെ കുറെ ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം സിനിമ എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ കാണാനുള്ള സംഭവം ഉണ്ടെന്നുള്ള എനിക്ക് പേഴ്സണലി ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. OTT വന്ന് കണ്ട് ഞാൻ ഒരു കുഴപ്പമില്ല, അതേ ഇതുള്ളൂ, ആ ഒരു പടം ഇതിലുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഒഫൻസീവ് ആയിട്ടുള്ള തമാശകൾ ഈ സിനിമയിലുണ്ട്. അതല്ലാതെ അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് പറഞ്ഞല്ലോ വിനീത് ശ്രീനിവാസൻ ഇങ്ങനെ നടക്കുന്നത് 38 വയസ്സ് ആയി. അപ്പൊ കുറെ ആയിരക്കണക്കിന് ഡിമാൻഡ്സ് ഉണ്ടാവും. പല്ല് കെട്ടണ പെണ്ണിന്റെ പല്ല് ഇങ്ങനെ ആവണം, കളർ വേണം, എത്ര അടി ഹൈറ്റ് വേണം, അങ്ങനത്തെ. പിന്നെ കുറെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓബ്വിയസ്ലി അങ്ങനത്തെ സംഭവത്തിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാവണം. അങ്ങനെ അങ്ങനെ പോവാണ് പടം. പിന്നെ പഴയ പോലെ തന്നെ ആവുന്നത്, അങ്ങനെ 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 പോവാണ് പടം. മനസ്സിലായില്ല, അതേ ഒരു ഇമ്പാക്ട് ഇല്ല, ഒന്നുമില്ല. പറഞ്ഞാൽ കുറച്ച് ഒഫൻസീവ് ആയിട്ടുള്ള ഡയലോഗുകൾ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടത്തിലൊന്നുമില്ല. അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കോലാഹലങ്ങൾ മാത്രമേ സിനിമയിലുള്ളൂ. എനിക്ക് പേഴ്സണലി സിനിമ, ബട്ട് സ്റ്റിൽ സിനിമ ഞാൻ പറഞ്ഞില്ല, ഈ കുറച്ച് കോമഡീസും കാര്യങ്ങളും അത്യാവശ്യം നല്ല പാട്ടുകളും അങ്ങനെയൊക്കെ. പിന്നെ സിനിമ ഒരു സമയം കഴിയുമ്പോൾ ഒരു ഫീൽ ഗുഡ് രീതിയിൽ ഇങ്ങനത്തെ ഒഫൻസീവ് സംഭവങ്ങളിലൊക്കെ മാറി നിന്നിട്ട് കുറച്ച് ഫീൽ ഗുഡ് രീതിയിലും സിനിമ പോകുന്നുണ്ട്. അപ്പൊ അതും കൂടി പരിഗണിക്കുന്ന സമയത്ത് സിനിമ ഇങ്ങനെ കണ്ടിരിക്കുക, അതായത് ഒരു ആവറേജ് പറ, അതായത് അതിന്റെ അപ്പുറത്തേക്ക് സിനിമ ഉണ്ടെന്നുള്ള എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.